KPMSൻ്റെ 53ാമത് സമ്മേളനത്തോട് അനുബന്ധമായി നടക്കുന്ന ഈ പൊതുയോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ എൽ രമേശൻ അവർകൾ സ്വാഗതം ആശംസിച്ച KPMSൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ അവർകൾ ഇവിടെ പ്രസംഗിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന അഭിവന്ദ്യ പിതാവ് ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപ്പോലീത്ത, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആദരണീയനായ കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, ശ്രീ KK സുരേഷ്, ശ്രീ MS സുനിൽകുമാർ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ആധ്യാത്മിക പാരമ്പര്യമുണ്ട്. യൗവന ദിശയിൽ തന്നെ ലൗകിക ബന്ധങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് തപസ്സിൻ്റെ മാർഗത്തിലൂടെ പ്രപഞ്ച സത്യത്തെ സാക്ഷാത്കരിച്ച അനേക ഋഷിവര്യന്മാരാൽ സംസ്ഥാപനം ചെയ്യപ്പെട്ട അത്യുന്നതമായൊരു ആധ്യാത്മിക പൈതൃകം നമുക്കുണ്ട്. പ്രപഞ്ച സത്യത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യമേധയ്ക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അതിൻ്റെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നവരായിരുന്നു നമ്മുടെ ഋഷി പരമ്പരയിൽപ്പെട്ടവർ. പക്ഷേ അതോടൊപ്പം തന്നെ ഈ മഹത്തായ പാരമ്പര്യത്തെ ലോകത്തിന് മുൻപിൽ എക്കാലവും വളരെ അപമാനകരമായ നിലയിൽ നോക്കിക്കാണാൻ കഴിയുന്ന നിലയിലുള്ള ഒരു വ്യവസ്ഥയും ഹിന്ദുമതം ഇവിടെ രൂപപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഹിന്ദുമതം രൂപപ്പെടുത്തിയ ആ വ്യവസ്ഥയാണ് മനുഷ്യനെ പല തട്ടുകളിലാക്കി നിലനിർത്തുന്ന സമ്പ്രദായങ്ങൾ. ചാതുർവർണ്ണ്യത്തിൻ്റെ രൂപത്തിലും ജാതി വ്യവസ്ഥയുടെ രൂപത്തിലും രണ്ട് രൂപങ്ങളിൽ അതിവിടെ പ്രകടമായി. ചാതുർവർണ്ണ്യം എന്ന് പറയുമ്പോൾ 4 വർണ്ണങ്ങളാണത്. എപ്രകാരമായിരിക്കാം ഈ ഹിന്ദുമതത്തിൽ ഇപ്രകാരം മനുഷ്യനെ പല തട്ടുകളാക്കി നിലനിർത്തുന്ന സമ്പ്രദായം രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അത് വർണ്ണത്തെ ആധാരമാക്കിയാണ്. വർണ്ണമെന്ന് പറഞ്ഞാൽ നിറമെന്നർത്ഥം. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ചരിത്രം തന്നെ നോക്കുമ്പോൾ പല കാലഘട്ടങ്ങളിലായി ഭാരതത്തിലേക്ക് വൈദേശികരായ ശക്തികൾ കടന്നു വരികയും ഇവിടെ ആധിപത്യം നേടുകയും ചെയ്തു. നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വേദകാലത്തിനും മുൻപ് ഭാരതത്തിൽ അത്യുന്നതമായ ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്ന്. അതിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആർക്കിയോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്ന സർ ജോൺ മാർഷലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും 1920കളുടെ തുടക്കത്തിൽ മോഹൻജദാരോ, ഹാരപ്പ തുടങ്ങിയ പ്രദേശങ്ങളിൽ നടത്തിയ ഉത്ഖനനങ്ങളിലൂടെ പ്രാചീനമായൊരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ആ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ ഉടമകളെ സംബന്ധിച്ച് ജോൺ മാർഷലും കൂട്ടരും പറഞ്ഞത് അത് ദ്രാവിഡ ജനവിഭാഗത്തിൻ്റെ ഒരു സംസ്കാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ ദ്രാവിഡ ജനതയുടെ ശരീരത്തിൻ്റെ നിറം കറുത്ത നിറവും
അല്ലെങ്കിൽ തവിട്ട് നിറവുമായിരുന്നു. പിന്നീട് ആക്രമണകാരികളായി ഭാരതത്തിലേക്ക് കടന്നു വന്ന ആര്യജനസമൂഹം ഈ ദ്രാവിഡരെ കീഴ്പ്പെടുത്തുകയും പിന്നീട് ഇവർ രണ്ടും കൂടിച്ചേർന്ന് ഒരു പൊതുമതമായി മാറുകയും ചെയ്തപ്പോൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ കീഴടക്കപ്പെട്ട ജനവിഭാഗത്തെ താഴ്ന്ന പദവിയിലേക്ക് മാറ്റുകയുണ്ടായി. അങ്ങനെ വർണ്ണത്തിൻ്റെ, ശരീരത്തിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമതായി ഇവിടെ വേർതിരിവുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഉയർന്നതെന്നും താഴ്ന്നതെന്നുമുള്ള വേർതിരിവുകൾ അത് ശരീരത്തിൻ്റെ നിറത്തെ ആധാരമാക്കിയായിരുന്നു. പിന്നീട് ഈ ആര്യന്മാർ അവരുടേതായ മഹത്തായ സാഹിത്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി. അതെല്ലാം തന്നെ മതസാഹിത്യമായിരുന്നു. ഈ മതസാഹിത്യം ഇതിന് പ്രാമാണികത കൽപ്പിച്ച് നൽകുകയും ചെയ്തു. അതാണ് വലിയ ദുരന്തമായി പരിണമിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ മതഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് 4 വേദങ്ങൾ ഭാരതത്തിലുണ്ടായിട്ടുള്ള ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പം ഈ വേദഗ്രന്ഥങ്ങൾ മുതൽ ചാതുർവർണ്ണ്യത്തെ സ്ഥാപനവൽക്കരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഋഗ്വേദത്തിലെ പുരുഷസൂക്തം എന്ന് പറയുന്ന മന്ത്രം. ഈ പുരുഷസൂക്തം എന്ന് പറയുന്ന മന്ത്രത്തിൽ അവിടെ പ്രജാപതിയുടെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി എന്നും കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി എന്നും തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി എന്നും പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്നുമാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ആ മന്ത്രം ഇപ്രകാരമാണ്: ബ്രാഹ്മണസ്യ മുഖമാസീത് ബഹുരാജന്യകൃത ഊരു തദസ്യ മത് വൈശ്യ പദ്ഭ്യാം ശൂദ്ര അജായത. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കമൻ്റുണ്ട്. ഒരിക്കലൊരു ശിഷ്യൻ ഈ മന്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ അതിന് നൽകിയ മറുപടി അതെങ്ങനെയാണ് കമ്പ് പൊട്ടിമുളച്ചുണ്ടാകുന്നത് പോലെയോ എന്നാണ് ചോദിച്ചത്. അതുപോലെ തന്നെ വി രാമസ്വാമി നായ്ക്കർ പറഞ്ഞത് അതല്പം കടത്തിയാണ് പറഞ്ഞത്. ബ്രാഹ്മണൻ മുഖത്തു നിന്നും, ക്ഷത്രിയൻ കൈകളിൽ നിന്നും, വൈശ്യൻ തുടയിൽ നിന്നും, പാദത്തിൽ നിന്നും ശൂദ്രനുമുണ്ടായി. ബാക്കിയുള്ളവരെല്ലാം തന്തയ്ക്ക് ജനിച്ചവരായി മാറുകയും ചെയ്തു. അപ്പോൾ ഇപ്രകാരം ആദ്യമായി ചാതുർവർണ്ണ്യത്തെ സ്ഥാപനവൽക്കരിക്കുന്ന ഒരു പരാമർശം നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് വേദങ്ങൾക്ക് ശേഷം വന്ന ഉപനിഷത്തുക്കളിൽ പലതും ഈ ചാതുർവർണ്ണ്യത്തെ അംഗീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളും മഹാഭാരതവും രാമായണവും ഉൾപ്പെടെ നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഒക്കെ ചാതുർവർണ്ണ്യത്തെ ന്യായീകരിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വേദത്തിൽ പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഭഗവത്ഗീതയിൽ ചാതുർവർണ്ണ്യത്തെ ന്യായീകരിക്കുന്ന പരാമർശം കാണുന്നത്. ഇവിടെ ബ്രഹ്മാവിൻ്റെ ഏത് അവയവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ചാതുർവർണ്ണ്യൻ രൂപപ്പെട്ടത് എന്ന് വേദത്തിൽ പറയുമ്പോൾ ഗീതാകാരൻ പറയുന്നത് എന്താണ്? ഗീതാകാരൻ പറയുന്നത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാണ്. ചാതുർവർണ്ണ്യത്തെ ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷേ അത് ബ്രഹ്മാവിൻ്റെ ഏത് അവയവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അത് ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ്.
ഗുണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെ 3 ഗുണങ്ങളാണ് പ്രകൃതിയിലുള്ളത്. ഈ ഗുണത്തെ ആധാരമാക്കിയാണ് ചാതുർവർണ്ണ്യത്തെ ഞാൻ സൃഷ്ടിച്ചതെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പോൾ ഗീതാകാരനും ഇപ്പോൾ ഭഗവത്ഗീത വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ നടത്തുന്ന സംവാദത്തിൽ അർജുനനും കൃഷ്ണനും ഒരേ സമയം തന്നെ ചാതുർവർണ്ണ്യത്തെ മുറുകെ പിടിക്കുന്നതായി കാണാൻ കഴിയും. അർജുന വിഷാദയോഗം വായിക്കുമ്പോൾ അർജുനൻ എന്താ പറയുന്നത്? യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ഷത്രിയരായിട്ടുള്ള ആണുങ്ങളൊക്കെ മരിച്ചു പോകും. അപ്പോൾ ക്ഷത്രിയ സ്ത്രീകൾ മറ്റ് വർണ്ണത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ ഇടവരും. അങ്ങനെ വർണ്ണസങ്കരമുണ്ടാകും. വർണ്ണസങ്കരമാണ് ഏറ്റവും മഹത്തായ, ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ ദുരന്തം എന്നാണ് കൃഷ്ണ ഭഗവാൻ അർജുനൻ പറയുന്നത്. അപ്പം അതിനെ ന്യായീകരിക്കുന്ന നിലയിൽ തന്നെയാണ് കൃഷ്ണ ഭഗവാനും പറയുന്നത്. അപ്പോൾ നോക്കൂ, ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന വ്യവസ്ഥയെ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങൾ, ഏറ്റവും പ്രമാണവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ നേരത്തെ ശങ്കരാചാര്യരെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ആചാര്യസ്വാമികൾ, വാസ്തവത്തിൽ ശങ്കരാചാര്യർ പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഇതിന് വ്യാഖ്യാനം ചമച്ചുകൊണ്ടാണ് അദ്വൈത ദർശനത്തെ ഭാരതീയ ചിന്താ പദ്ധതികളിൽ വെച്ച് ഏറ്റവും കുറ്റമറ്റത് എന്ന നിലയിൽ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചത് ശങ്കരാചാര്യരാണ്. അപ്പോൾ ശങ്കരാചാര്യരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകരണ ഗ്രന്ഥമാണ് വിവേക ചൂടാമണി. വിവേക ചൂടാമണിയിൽ തുടക്കത്തിൽ തന്നെ ആചാര്യർ പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്നോ, ആരാണ് ഈ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരി? ബ്രഹ്മവിദ്യയ്ക്ക് അധികാരി ഒന്നാമത് പുരുഷനായിരിക്കണം. രണ്ടാമത് പുരുഷനായാൽ മാത്രം പോരാ, പുരുഷനായ ബ്രാഹ്മണന് മാത്രമേ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമുള്ളൂ എന്നാണ്. ആധുനിക കാലത്ത് പോലും ജീവിച്ചിരുന്ന, ആധ്യാത്മികതയുടെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്ന പലരും, വിവേകാനന്ദ സ്വാമികൾ ഉൾപ്പെടെ, ചാതുർവർണ്ണ്യത്തെ എതിർക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല. മഹാത്മാഗാന്ധി പോലും ചാതുർവർണ്ണ്യത്തിൻ്റെ വലിയ വക്താവായിരുന്നു. ചാതുർവർണ്ണ്യത്തെ ന്യായീകരിക്കുന്ന ഒട്ടേറെ പരാമർശങ്ങൾ ഗാന്ധിജിയും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി തുടങ്ങിയ മഹാപുരുഷന്മാർ ഉയർത്തിയ മനുഷ്യ സമത്വമെന്ന ആശയത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ശ്രീനാരായണ ഗുരുദേവന് ജാതിയെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് എന്തായിരുന്നു? ജാതി നിർണയം, ജാതി ലക്ഷണം എന്നിങ്ങനെ 2 കൃതികൾ ഗുരു രചിച്ചിട്ടുണ്ട്. ആ കൃതികളിലൊക്കെ തന്നെ ഗുരുദേവൻ പറയുന്നത് മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസ്യൈവ ഹാ തത്വം വേത്തി കോപിന എന്നാണ്. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതിയായിരിക്കുന്നത്. പശുവിന് പശുത്വം എപ്രകാരമാണോ അതിൻ്റെ ജാതിയായിരിക്കുന്നത്, അപ്രകാരം മനുഷ്യന് മനുഷ്യത്വമാണ് ജാതിയായിരിക്കുന്നത്. ന ബ്രാഹ്മണാതിരസ്യൈവ, ബ്രാഹ്മണാദി ഭേദങ്ങളില്ലാത്തതാണ്. ഹാ തത്വം വേത്തി കോപിന, ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ. ഇനി നമ്മുടെ ഈ ആധ്യാത്മിക പാരമ്പര്യമെല്ലാം വാസ്തവത്തിൽ ആരാണ് ഇവിടെ സൃഷ്ടിച്ചത് എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ? ആരാണിത്? ഇപ്പോൾ ഒരു ഘട്ടത്തിൽ, ഇപ്പോൾ മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വേദമന്ത്രം ശ്രവിച്ച ശൂദ്രൻ്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണമെന്നും വേദമന്ത്രം ഉച്ചരിച്ച ശൂദ്രൻ്റെ നാവറുത്ത് കളയണമെന്നുമൊക്കെ പ്രമാണങ്ങളുണ്ടാക്കി. ഈ പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒന്ന് ഓർത്തു നോക്കൂ, ആരാണ് ഇതിൻ്റെ എല്ലാം സ്രഷ്ടാക്കൾ? ആരായിരുന്നു വേദവ്യാസൻ? ആരായിരുന്നു വാൽമീകി മഹർഷി? ഇവരെല്ലാം ബ്രാഹ്മണരായിരുന്നു. അദൃശ്യന്തി എന്ന പറയ സ്ത്രീയിൽ
പരാശരനെന്ന മഹർഷിക്ക് പിറന്ന പരാശര മഹാമുനിക്ക് ഒരു കൈവർത്ത കന്യയിൽ സത്യവതി എന്ന പേരായിട്ടുള്ള ഒരു മുക്കുവ സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വേദവ്യാസൻ. ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ നിന്നാണ് നമ്മുടെ ആധ്യാത്മിക പൈതൃകമുണ്ടായത്. അടിസ്ഥാന വർഗത്തിൽ നിന്നാണ്. വാൽമീകി ആരായിരുന്നു? ഒരു ആദിവാസിയായിരുന്നു അല്ലേ? കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആളുകളെയെല്ലാം പിടിച്ചു പറിക്കുന്ന രത്നാകരൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. പിന്നീട് തപസ്സനുഷ്ഠിച്ച് മഹർഷിയായി മാറിയെങ്കിലും ബ്രാഹ്മണത്വത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ? ബ്രാഹ്മണനായിട്ടുണ്ടോ? അപ്പോൾ ഈ വേദവ്യാസനാണ് 4 വേദങ്ങളെ പകുത്തത്. വേദവ്യാസൻ്റെ ശരിക്ക് പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ്. ഈ വേദവ്യാസനാണ് പല ഭാഗങ്ങളിലായി പല കാലങ്ങളിൽ പല ഋഷിമാരാൽ ഉണ്ടാക്കപ്പെട്ട മന്ത്രങ്ങളെ ക്രോഡീകരിച്ച് 4ആയിട്ട് അതിനെ പകുത്ത് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് വേദങ്ങളെ വ്യസിച്ചത് കൊണ്ടാണ് കൃഷ്ണദ്വൈപായനൻ എന്ന മഹർഷിക്ക് വേദവ്യാസൻ എന്ന പേര് വന്നത്. ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ടയാളാണ് വ്യാസൻ. അതുപോലെ ഈ വ്യാസനാണ് 18 പുരാണങ്ങളും രചിച്ചത്, മഹാഭാരതം എന്ന ഇതിഹാസം രചിച്ചത്. ഈ മഹാഭാരതത്തെയും ഈ 18 പുരാണങ്ങളെയും 4 വേദങ്ങളെയും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പൈതൃകമെന്ന് പറയാനായിട്ട് പിന്നെ എന്താണുള്ളത്? അതുപോലെ തന്നെ രാമായണത്തിൻ്റെ കർത്താവും ഇപ്രകാരം ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്നയാളാണ്. നമ്മുടെ തമിഴ് വേദഗ്രന്ഥമെന്ന് പുകഴ് പെറ്റിട്ടുള്ള തിരുക്കുറളിൻ്റെ കർത്താവ് ആരാണ്? തിരുവള്ളുവർ ഏത് സമുദായത്തിൽപ്പെട്ടയാളാണ്? തമിഴ്നാടിൻ്റെ ധാർമ്മികവും സാംസ്കാരികവും ആധ്യാത്മികവുമായ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും മഹത്തായ പങ്കുവഹിച്ച ഗ്രന്ഥമാണ് തിരുക്കുറളെന്ന് ഓർക്കുക. അപ്പോൾ ആ തിരുക്കുറളിൻ്റെ കർത്താവും ഇവിടുത്തെ അടിസ്ഥാനം പറയ സമുദായത്തിൽ നിന്ന് ജനിച്ചു വളർന്നയാളാണെന്ന് ഓർക്കുക. പിന്നീട് എപ്പോഴാണ് ഈ അടിസ്ഥാന വർഗം ഇവിടെ സൃഷ്ടിച്ച ആധ്യാത്മിക പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഇവിടുത്തെ സവർണ വിഭാഗം ഹൈജാക്ക് ചെയ്തത്? അവരത് കവർന്നെടുക്കുകയായിരുന്നു. കവർന്നെടുത്തിട്ട് അതിനിടയിൽ കുറേ ശ്ലോകങ്ങൾ കൂടി തിരികെ കയറ്റി. ഇതൊന്നും മറ്റാരും പഠിക്കാൻ പാടില്ല എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ നമ്മുടെ പൈതൃകത്തെ മലീമസമാക്കുകയാണ് ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ പൈതൃകം നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ജാതിയെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസേവ. മനുഷ്യവർഗമെന്ന് പറയുന്നത് ഒരു ജീവിവർഗമെന്ന നിലയിൽ ഒന്നാണ് എന്നാണ് ഗുരു പറഞ്ഞത്. അവിടെ ബ്രാഹ്മണ ക്ഷത്രിയൻ വൈശ്യൻ എന്ന ഭേദമോ മറ്റ് ഹിന്ദുമതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ജാതിപരമായ ഭേദങ്ങളോ ഇല്ലാത്തതാണ്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിത്തറയുമില്ല. മനുഷ്യവർഗം ഒരു ജീവിവർഗമെന്ന നിലയിൽ ഒന്നാണ്. ഗുരുദേവൻ അതിനെ നിർണയിച്ചത്, അതിന് നിർവചനം നൽകിയത് പുണർന്നു പെറും എല്ലാം ഒരിനം, പുണരാത്തതിനമല്ല എന്നാണ്. തമ്മിൽ ഇണചേർന്ന് സന്തത്യുൽപാദനം നടത്താൻ കഴിയുന്നതൊക്കെ ഒരൊറ്റ ജാതിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഓരോ ജീവിവർഗവും ഓരോ ജാതിയിൽപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മനുഷ്യവർഗം ആകെ തന്നെ ഒരൊറ്റ ജാതിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഗുരുവിൻ്റെ അടുത്തിരുന്നയാൾ ഗുരുവിൻ്റെ അടുക്കൽ ചോദിച്ചു, എന്താണ് അങ്ങയുടെ പേര്? ഗുരു പറഞ്ഞു, നാരായണൻ. ജാതിയിലെന്താ? വീണ്ടും അയാൾ ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, കണ്ടാലറിയില്ലേ? അപ്പോൾ അയാൾ കണ്ടാലറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, അതെങ്ങനെയാണ് കണ്ടാലറിയുക?
അപ്പോൾ ഗുരു പറഞ്ഞത് കണ്ടാൽ അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് അറിയുക എന്നാണ്. അപ്പം ഇതെങ്ങനെയാണ് കണ്ടാൽ അറിയുക? ഓരോ ജീവി വർഗത്തെയും നാം കാണുമ്പോൾ അത് ഇന്ന ജീവിയാണ് എന്നറിയുന്നത് ആ ജീവിയുടെ ശരീരം കണ്ടാണ്. ഒരു ആനയെ കണ്ടു കഴിഞ്ഞാൽ അത് ആനയാണെന്ന് അറിയുന്നത് ആനയുടെ ശരീരം കണ്ടാണ്. ഒരു കുതിരയെ കണ്ടു കഴിഞ്ഞാൽ അത് കുതിരയാണെന്നറിയുന്നത് അതിൻ്റെ ശരീരം കണ്ടുകൊണ്ടാണ്. അപ്രകാരം ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവൻ മനുഷ്യനാണ് എന്നറിയുന്നത് അവൻ്റെ ഈ ശരീരം കണ്ടുകൊണ്ടാണ്. ശരീരം കണ്ടുകൊണ്ട് ജാതി അറിയുക എന്ന് പറഞ്ഞാൽ ഓരോ ജീവി വർഗത്തിനും ഓരോ ശരീരമാണുള്ളത്. ഓരോ പ്രത്യേക രീതിയിലുള്ള രൂപഘടനയാണ് ഓരോ ജീവി വർഗത്തിനുമുള്ളത്. ആ ജീവി വർഗത്തെ നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ ശരീരം കണ്ടുകൊണ്ടാണ്. ഗുരു അതുകൊണ്ട് പറയുന്നു, പേരൂരു തൊഴിൽ ഈ മൂന്നും പോരും, ആയതു കേൾക്കുക ആരു നീ എന്ന് കേൾക്കേണ്ട, നേര് മെയ് തന്നെ ചൊൽകയാൽ. ഒരാളെ പരിചയപ്പെടുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇത് മാത്രമാണ്. എന്താണ് അങ്ങയുടെ പേര്? എവിടെയാണ് നാട്? എന്ത് ജോലി ചെയ്യുന്നു? പേര്, ഊര്, തൊഴിൽ ഈ മൂന്നും പോരും. ആയത് കേൾക്കുക, ഇത് മാത്രം ചോദിച്ചാൽ മതി. നിന്റെ ജാതി ഏതാണ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ശരീരം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അവൻ മനുഷ്യനാണ്, മനുഷ്യജാതിയാണ് എന്ന്. മനുഷ്യജാതിയുടെ ഇടയിൽ മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ ചാതുർവർണ്ണ്യത്തിൻ്റെ രൂപത്തിലും ജാതി വ്യവസ്ഥയുടെ രൂപത്തിലുമെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള വേർതിരിവുകളെയും അതിനെ പ്രമാണവൽക്കരിച്ചിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങളെയും എല്ലാം തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് മനുഷ്യവർഗമെന്ന് പറയുന്നത് ഒരു ജീവിവർഗമെന്ന നിലയിൽ ഒരൊറ്റ ജാതിയാണ് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചത്. അതേ ആശയം തന്നെയായിരുന്നു മഹാത്മാ അയ്യൻകാളിയും ഉയർത്തിപ്പിടിച്ചത്. മനുഷ്യ സമത്വം. അടിമകളായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ ജനിക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി പകലന്തിയോളം പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾക്ക് അർഹമായ കൂലി ലഭിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോയി പഠിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടി, എൻ്റെ സമുദായത്തിൽ 10 BA-ക്കാരെയെങ്കിലും കണ്ടുകൊണ്ട് എനിക്ക് മരിക്കണമെന്ന് പറയുന്ന ഒരു മഹാപുരുഷൻ, ആ മഹാപുരുഷൻ്റെ ത്യാഗം, ധീരത, കായികമായി തന്നെ സവർണ വിഭാഗത്തെ നേരിടുന്നതിൽ പ്രകടമാക്കിയ ചങ്കൂറ്റം, വഴി നടക്കാൻ പോലും അവകാശമില്ലാതിരുന്ന രാജവീതിയിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ട് അന്ന് നിലനിന്നിരുന്ന ദുഷിച്ച ജാതി നിയമങ്ങളെ വെല്ലുവിളിക്കാൻ കാണിച്ച ധീരത നമുക്കിന്ന് ചിന്തിക്കാൻ കഴിയുമോ? വഴിയിലൂടെ നടന്നു പോകുന്നവരെ അടിച്ചു കൊല്ലുന്ന കാലമായിരുന്നു അന്ന് എന്നോർക്കണം. അപ്പം അതിൽ പ്രകടമാക്കിയ ആ ധീരതയും അതിലൂടെ ഒരു സമൂഹത്തെ ആകെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ കാണിച്ച ത്യാഗവും അതാണ് ഇന്ന് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല സ്വാതന്ത്ര്യങ്ങൾക്കും അവകാശങ്ങൾക്കുമെല്ലാം നിദാനമായി മാറിയത്. ഇന്ന് ഈ സ്വാതന്ത്ര്യവും അവകാശങ്ങളുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വാഗത പ്രസംഗകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നും ആ പഴയ ഭൂതങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തലനീട്ടി പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഒരു കലാകാരന് ഇന്ന് കണ്ണീരണിഞ്ഞുകൊണ്ട് ഈ കേരളത്തിൻ്റെ സമൂഹത്തിന് മുൻപിൽ നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും ഇതിന് സമാനമായ TM കൃഷ്ണ എന്ന് പറയുന്ന മഹാനായ ഒരു കർണാടക സംഗീതജ്ഞന് അവാർഡ് കൊടുത്തപ്പോൾ അതിനെതിരെ ചില സവർണ വിഭാഗങ്ങൾ പ്രതിഷേധിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം ജാതിയിൽ ശ്രീനാരായണ ഗുരുദേവനെ ഏകത്വത്തെ ദർശിച്ചു.
ജാതിപരമായ എല്ലാ വേർതിരിവുകളും നീക്കം ചെയ്യപ്പെടുകയും മനുഷ്യ സമൂഹം സമത്വത്തിൽ വർത്തിക്കുവാനായിട്ടുള്ള മഹത്തായ സ്വപ്നം കാണുകയും ചെയ്തു. അതിന് അനുസൃതമായ നിലയിൽ മഹത്തായ കർമ്മങ്ങളും നടത്തി മഹാനായ അയ്യൻകാളി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദാർശനിക കൃതിയായിട്ടുള്ള ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടേണമെന്ന്. എല്ലാ മതങ്ങളുടെയും സാരമായി നിൽക്കുന്ന പൊരുൾ ഒന്ന് തന്നെയാണ്. കാരണം ലോകത്തിൻ്റെ നാനാദശകളിൽ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മഹാഗുരുക്കന്മാരും മഹാപ്രവാചകന്മാരും ഒക്കെ അവർ തേടിയത് കണ്ടെത്തിയത് ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ള പൊരുളിനെയാണ്. ആ പൊരുളിനെ എന്ത് പേരിട്ട് വിളിച്ചാലും, അല്ലാഹുവെന്നോ പരിശുദ്ധാത്മാവെന്നോ പരബ്രഹ്മമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ആ സത്യം ഒന്നേ ഉള്ളൂ. പ്രപഞ്ചകാരണമായി നിൽക്കുന്ന സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തെയാണ് ഈ മഹാപ്രവാചകന്മാർ മഹാഗുരുക്കന്മാർ കണ്ടെത്തിയത്. അനുകമ്പാദശകം എന്ന കൃതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ അതേക്കുറിച്ച് പറയുന്നുണ്ട്. പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ ഭൂതദയാ ക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. ശ്രീകൃഷ്ണനെയും അതുപോലെ വർദ്ധമാന മഹാവീരനെയും ശങ്കരാചാര്യരെയും ഒക്കെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. തുടർന്ന് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. അവിടെ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് നബി തിരുമേനിയെയും അതുപോലെ തന്നെ ക്രിസ്തുദേവനെയും ശ്രീബുദ്ധനെയുമൊക്കെ അവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ മഹാഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അനുകമ്പാ ദശകത്തിൻ്റെ ഫലശ്രുതിയിൽ ഗുരു പറഞ്ഞത് അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനുമെന്നാണ്. ഈ പ്രിയപ്പെട്ട വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥവും, വേദമെന്ന് പറയുന്നത് അത് ഖുറാനും ബൈബിളും സെയിൻ്റ് അവസ്ഥയും ധർമ്മപദവും ഒക്കെ ഈ വേദങ്ങളുടെ പട്ടികയിൽപ്പെടും. ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഗുരുക്കന്മാർ പറഞ്ഞതിൻ്റെ പൊരുളും ഗുരുവോതും മുനിയോതും അർത്ഥവും മുനിമാരും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളൊന്നു തന്നെയാണ്. കാരണം പ്രപഞ്ച സംവിധാനത്തിന് കാരണമായൊരു സത്യമുണ്ടെന്നും ആ സത്യം ഈ ലോകത്ത് ഒരു വ്യവസ്ഥയുണ്ടാക്കിയിട്ടുണ്ടെന്നും ആ വ്യവസ്ഥയ്ക്ക് ധർമ്മമെന്ന് പറയാമെന്നും ആ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ജീവിച്ചുകൊണ്ട് ആ പരമമായ പൊരുളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു ജീവൻ്റെ പരമമായ ലക്ഷ്യമെന്നും എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നു. അതിലൊരു വ്യത്യാസവുമില്ല. എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞു തന്നിരിക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ് എന്ന്. അപ്പം ഈ സത്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ നമ്മളെല്ലാ മതഗ്രന്ഥങ്ങളിലെയും മൂലതത്വങ്ങളെങ്കിലും പഠിക്കാനായിട്ട് കഴിയണം. എല്ലാ മതഗ്രന്ഥങ്ങളിലെയും മൂലതത്വങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ മൂലതത്വത്തിലെല്ലാം ഒന്നാണെന്നറിയുകയും അങ്ങനെ വരുമ്പോൾ മറ്റ് മതവിശ്വാസികളുടെ ആരാധനയും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളോടൊന്നും തന്നെ നമുക്ക് യാതൊരു വിരോധവും വരില്ല. കാരണം ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ അവരാരാധിക്കുന്നത്. നമ്മുടെ ഇടയിൽ വൈവിധ്യങ്ങളൊക്കെ ഒരുപാടല്ലേ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരേ രീതിയിലുള്ള വസ്ത്രമാണോ ധരിച്ചിരിക്കുന്നത്? അത് നമ്മുടെ അഭീഷ്ടത്തിനനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച വസ്ത്രമാണ് നാം ധരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ആഹാരമാണ് നാം കഴിക്കുന്നത്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. അത്രയും ഉള്ളൂ മതത്തിൻ്റെ കാര്യത്തിൽ.
അത്രയും കരുതേണ്ട കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റൊരു അനുഷ്ഠാനം പാലിക്കുന്നവരെ നമ്മൾ ശത്രുക്കളായി കാണുക, അവരെ മാറ്റി നിർത്തുക, ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. നമ്മുടെ ഭരണഘടനയനുസരിച്ച് ഇവിടെ എല്ലാവർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഭരണഘടനയുടെ തത്വങ്ങളെപ്പോലും ലംഘിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നിഷേധിക്കുന്ന സമീപനം എന്ന് ഭരണകർത്താക്കളിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ളതാണ്. എന്തിന്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാതി സെൻസസ് എന്തിനാണ് ഭരണകർത്താക്കൾ ഇതിനെ ഭയക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുക എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള മര്യാദ മാത്രമാണ് ജാതി സെൻസസിലൂടെ ഇവിടെ നടപ്പിലാക്കേണ്ടത്. അതിന് പോലും മുതിരാതിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു വന്നത് സർവമത സമ്മേളനത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതം ഏകമെന്നാണ് മതത്തിലെ ഏകത്വത്തെ നിർണയിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. അപ്പോൾ സർവമത സമ്മേളനം 1924 മാർച്ച് മാസം 3-4 തീയതികളിലായിട്ടാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ നടത്തിയതെങ്കിൽ അതിന് വളരെ മുൻപ് തന്നെ ഗുരു അനുകമ്പാദശകവും ആത്മോപദേശ ശതകവും രചിച്ചിരുന്നു. അതിലൂടെ മതത്തെ സംബന്ധിക്കുന്ന ഗുരുവിൻ്റെ കാഴ്ചപ്പാട് വെളിപ്പെടുത്തിയിരുന്നു. പിന്നെ നമ്മുടെ ആരാധ്യനായിട്ടുള്ള ശ്രീ പുന്നല ശ്രീകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1921 മലബാറിൽ നടന്ന കലാപത്തിൻ്റെ ആ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കേരളീയ സമൂഹത്തിൽ മതപരമായൊരു സ്പർദ്ധയും വിരോധവും വളർന്നു വന്നപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടി സർവമത സമ്മേളനത്തിനുണ്ടായിരുന്നു. അപ്പോൾ മതത്തിൽ നമുക്ക് ഏകത്വത്തെ ദർശിക്കാനായിട്ട് കഴിയേണ്ടതുണ്ട്. അതിന് എല്ലാ മതതത്വങ്ങളും അല്പമായെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ട് മത സാഹോദര്യത്തോടും സൗഹൃദത്തോടും കൂടി ഈ ലോകത്ത് വർത്തിക്കുവാനായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കണം. ജാതിയിൽ നാം ആരുടെയും താഴെയല്ല, ആരുടെയും മുകളിലുമല്ല. ഈ ഒരു വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരു ജീവിവർഗമെന്ന നിലയിൽ ഒരൊറ്റ ജാതിയാണ് എന്ന ആ വലിയ സത്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട്, എന്നാൽ ഇന്ന് ഈ ജാതിയെ മുൻനിർത്തി നമുക്ക് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കും മാറ്റി നിർത്തപ്പെടലും ഇല്ലാതാകുന്നത് വരെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നാം തുടരുകയും ചെയ്യണം എന്നും, അതിലൂടെ അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ടുള്ള പോരാട്ടം നാം ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരം പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നേർന്നുകൊണ്ട് ഇന്ന് ഞാനൊരു പകരക്കാരനായിട്ടാണ് ഇവിടെ വന്നത്. വാസ്തവത്തിൽ ഇവിടെ അതിഗംഭീരമായൊരു പ്രസംഗമായിരുന്നു സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നുണ്ടാകേണ്ടിയിരുന്നത്. എനിക്ക് അത്ര കഴിവുള്ള ഞാനൊരു പ്രസംഗകനോ മറ്റോ ഒന്നുമല്ല. അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. ഏതായാലും ഞാൻ ചുരുക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്യ വേദിയിൽ അണിനിരക്കുന്ന എല്ലാ മഹത്തുക്കളുടെയും എല്ലാ സഹോദരി സഹോദരന്മാരുടെയും അനുമതിയോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നന്ദി.